ക്യാമറ തന്നെ ബുദ്ധിമുട്ടാണ്. താമരയിലല്ല, താമര, അത് താമരടാ, താമര. ഇത് ഗൈസ്, ഇത് മൊത്തം താമരയാണ് കേട്ടോ. താമര ഗൈസ്, താമര വിരിഞ്ഞ് നിൽക്കുന്നു. ഇന്ന് എല്ലാത്തിനെയും പിടിക്കണം. അവിടേക്ക് നിൽക്കണ്ടേ. അപ്പോൾ അമ്മച്ചി പറഞ്ഞ പോലെ നമുക്കിതിൽ ചാടി ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിൽ ഇറങ്ങിയ ഗൈസ്. അപ്പോൾ താമര പറിക്കാനായിട്ട് വന്നിട്ടതാ, ബാക്ക് മൊത്തം താമര. നിങ്ങൾ കാണുന്നത് ബാക്കിലോട്ട് മൊത്തം താമരയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഞാനും റിയാസും ഉണ്ട് താമര പറിക്കാനായിട്ട് വന്നതാണ്. ഇത് എന്താ പറയില്ലടാ, ഏതൊരു പഴം പഴുക്കുമ്പോൾ കാക്കയുടെ വായിൽ പുണ്ണെന്ന് പറയില്ല. എന്തിനാണ് അത്? ഏത് പഴമാണ് അത്? ഗൈസ്, അത് എന്തൊരു ഒരു പഴം കാക്കയുടെ വായിൽ പുണ്ണെന്ന് പറയണമല്ലോ. തത്തോ കയ്യെത്താ ദൂരത്തേക്കാണ്, കയ്യെത്താ ദൂരത്ത് മറ്റേ സംഭവം എന്തോന്ന് മാമ വെള്ളത്തിൽ നിൽക്കണമല്ല. ആ പുള്ളിക്കാരൻ്റെ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു താമര കിട്ടും. പക്ഷേ മാമന് 10,000 രൂപ എല്ലാം കൊടുക്കേണ്ടി വരും. അത് നമ്മളെ കയ്യിലില്ല. മാമനെ കണ്ടൊരു നല്ല മനുഷ്യനാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ചുമ്മാ താമരയുടെ തണ്ട് കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. മാമാ അയ്യോ, അവിടെ തോന്നിക്കണ്ട താമര. ഒരു താമര, ചെറിയ താമര ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. വിരിയാകായ ഒരു മുട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ മരം ചാഞ്ഞ് കിടക്കുകയാണ്. നോക്കി അറിയാൻ പറ്റും. മഴ ഇവിടെ നിന്ന് ചാഞ്ഞ് കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മുകളിൽ കൂടെ കയറി നടന്നിട്ട് ഞാൻ സിനിമയിലെ കാണുന്ന പോലെ കമന്ന് കിടന്നിട്ട് ആൾക്കാരൊക്കെ നോക്കും. കമന്ന് കിടന്നിട്ട് ആമ്പൽ വ്യവസ്ഥയിലൊന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ അങ്ങനെ നോക്കാം. കയറ്, കുഴപ്പമില്ല, ചേച്ചിമാരൊന്നും പറയില്ല. ഇതിന്റെ മുകളിൽ കൂടെ കയറി ചെരുപ്പ് വേണ്ട, ചെരുപ്പ് ചതയ്ക്കും. ഗൈസ്, ഒന്നും പേടിക്കണ്ട. ഒന്നുകൊണ്ട് പേടിക്കണ്ട. തൊപ്പി കാണണല്ലേ, അതിന്റെ മുകളിൽ കയറുന്നപ്പോ ഞാൻ കൊക്കയെ കഴിക്കണല്ലോ. കടയിൽ നിന്നാ നല്ല കിടിലൻ വീഡിയോ ഇട്ടു കേട്ടോ. വിളിക്കാനാ? അയ്യോ, ഇത് പോലെ ആമ്പല് പറിക്കാൻ പോയതാണ് ഗൈസ്. ആമ്പല് ആംബുലൻസിലല്ലേ, ഫയർഫോഴ്സ്. പറിക്കാൻ പോവാൻ വിചാരിക്കും തോന്നുന്നു. വീടുണ്ടെങ്കിൽ ആരെങ്കിലും ആമ്പൽ പൈസ കൊടുത്ത് പറയാം. അങ്ങോട്ട് പോകുമ്പോൾ അല്ല, അടുത്ത് നമുക്ക് ദൈവം വിധിച്ചിട്ടുണ്ട് ഗൈസ്. ആഹ്ലാദപ്പെട്ട് എവിടെ പോയാലും സാധനം കിട്ടും. 10,000 നെല്ല് എവിടെ ഇടുന്നാലും ആളൊന്നും തിന്നോല്ല. പോയി നോക്കാം, കാണാം. ഞാൻ നടന്നു പോയി നോക്കാം, അവിടെ ഉണ്ടെങ്കിൽ നോക്കാം. ഇവിടെ എന്താ വിളിച്ചു? ഒരു താമര താമര വേണ്ട, ഒരു അടിപൊളി താമര. പക്ഷെ അത് വെള്ളത്തിനടിയിലേ പോയി. നമ്മൾ അമ്മച്ചി പറഞ്ഞോണ്ട് പോണില്ല. കിട്ടി. ഈ സാധനം നമുക്ക് നോക്കാം. പാൻറ്റ് ഊരിയത്, ചെരുപ്പ് പാടില്ല, തൊപ്പി പാടില്ല, ഫോണ്, താക്കോല്. ഞാൻ പോയ അവനെ വീട്ടിൽ പോട്ട് ഞാൻ പറ്റിയ അപ്പം ഓടും കഴിച്ചു. ഞാൻ എനിക്ക് പേടിയാണ്. ഞാൻ വീട്ടിൽ ഇവരോട് വന്നെന്നേ പറയില്ല. ഓടി വീടല്ലേ? ഓ നിങ്ങൾക്ക് അയ്യോ പറ്റിച്ച് ഗൈസ്.
ഓ അവിടെ എന്താ ഉണ്ട് ഗൈസ്? താമരപ്പൂവിൽ വാരും. ഇത് എവിടെയാണ് ഇതിന്റെ വ്യാരി? ഇത് എവിടെ പോയി കിടക്കണ്ട? ആ പേരൊക്കെയാണ് അതുകൊണ്ട് ചതക്കില്ല. എടാ താമര പോയി കണ്ട. അതിനട് ഞാനേ എന്നാണ് പൊക്കടാ. ശരിക്കും അറിയായിരുന്നു ഇവിടെ ഇറങ്ങേണ്ടി വരുമെന്നാ. അയ്യോ ലക്ഷങ്ങളൊക്കെ പോണ പ്രൈസ്, എല്ലാ ലക്ഷങ്ങളൊക്കെ പോണ ഗൈസ്. ബിറ്റ് കോയിൻ ആണ്, ബിറ്റ് കോയിൻ. മീനടാ, അവനെ മീനെ കുടിച്ച് പോവാ. ദീർഘോലല്ലേ വന്നാല നീ ഉണ്ടല്ലേ എന്തിനു വന്നാലും നോക്കി എടുത്തോളൂ. ഇത് ഉദ്ദേശിച്ചല്ലോ അതങ്ങ് കങ്ങ് കിടക്കണ്ടത്. ഓ ഉണ്ട്. വേരുണ്ട് പക്ഷേ ഓ പൊട്ടിയടേ. പക്ഷേ ഒരു വേരുണ്ടാ, ചില കിഴങ്ങില്ല. ഇതൊന്നും നിൽക്കുമോ തോന്നില്ലേ? താഴ്ന്നട ഓ പട്ടി സൗണ്ട് ഇങ്ങനെ കേട്ട്. പിള്ളേരെ പറ്റിക്കാതെ മതി. ആരും പറഞ്ഞില്ല കിഴങ്ങ്. ഓ ഉയിര് പണയം വെച്ചാണ് ഇതൊക്കെ പറിക്കണം. ഓ അപ്പൊ ഇതിൻ്റെ ഇവിടെ നിന്ന് തണ്ട് പോകണ്ടേ? ഇങ്ങനെ വേലി കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചേടാ സെബിൻ ശരിയാ ചേട്ടൻ എടുത്ത പോലെ, സെബിച്ചായ എടുത്ത പോലെ ഇങ്ങനെ കിട്ടുന്നു വിചാരിച്ചു. പണ്ടുള്ളവർ പറയും ഗൈസ് നട്ടുച്ചത്തേക്ക് കായലിലൊന്ന് ഇറങ്ങിക്കൊടുന്നു. അതാണ് ഞാൻ ഇറങ്ങാത്തത്. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ വരും ഗൈസ്. റിയാസ് വാങ്ങും. ഓ പിന്നെ താമരപ്പൂ, താമര ഗൈസ്. ഇതാണ് താമര. എൻ്റെ ഉള്ളിൽ വിറയ്ക്കുന്നു സാഹസികമായിട്ട്. താമരപ്പൂവിൽ വരും ദേവിയല്ലോ നീ പൂ. ഓ നല്ല മണം. ഒരു താമര മുട്ട കിട്ടി. ഇപ്പം ഇതും കൊണ്ട് നേരെ വീട്ടിലോട്ട്. ഇനി നമ്മൾ ഇത് വെക്കാൻ പോകുന്ന വീഡിയോ. ഇനി ഉടനെ നിന്ന് താമര വെക്കണം, മീൻ വാങ്ങണം, വളർത്തണം. ഇതിലാകില്ല. പിള്ളേർക്ക് എക്സാമൊക്കെ തുടങ്ങി. ഓണത്തിന് മുന്നേ എല്ലാം സെറ്റ് ചെയ്യണം. ഇതിൽ പോണ്ട കേട്ടോ. ഒരിക്കലും നിന്നെ വീട്ടിൽ അപ്പോൾ ഇനി നമ്മളെ വീട്ടിൽ പോയിട്ടുള്ള കാഴ്ചകൾ ഇനി കാണാൻ പോകുന്നത്. ഓ വീട്ടിൽ പോകാം. ബൈ. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥ